ദൃശ്യം ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ എത്തുന്നത് ചന്ദ്രനദിക്കുന്ന ദിക്കിൽ ഫിലിമിലല്ലേ? ആ സമയത്ത് ഇതിനോടുള്ള കൗതുകമാണ്. നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഒരുപാട് ആളുകൾ കുറേ നേരമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്താണ് ഇവർ ഇതിന് മാത്രം ഇതിവിടെ ചെയ്യാനുള്ളതെന്നിങ്ങനെയുള്ള ഇതൊക്കെയാണ് ഞാനന്ന് നോക്കിയിട്ടുള്ളത്. അല്ലാണ്ട് വലുതായിട്ട് അങ്ങനെ ഭയങ്കര സസൂക്ഷ്മം നിരീക്ഷിക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അന്ന് എനിക്ക് സിനിമ എന്ന് പറയുന്ന അങ്ങനെ ഒരു സിനിമ ഇഷ്ടമാണെന്നുള്ളതല്ലാതെ സിനിമ ഭയങ്കര കൗതുകമാണെന്നുള്ളതല്ലാതെ ഞാൻ പിന്നീട് സിനിമ സംവിധായകരാകുമെന്നോ നടനാകുമെന്നൊന്നും അന്ന് വിശ്വസിച്ചിരുന്നില്ല ഞാൻ. അല്ല, ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് പോയി കണ്ടിരുന്നു? അപ്പം എന്റെ സീൻ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ ഇതേപോലെ കോട്ടയത്ത് തിയേറ്ററിൽ പോയി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ചെന്നപ്പോൾ ഇച്ചിരി വൈകിപ്പോയിരുന്നു. സിനിമ തുടങ്ങി. ഫസ്റ്റ് സീനായിരുന്നു. അപ്പം കാണാൻ പറ്റിയില്ല. ഞാൻ പടം മുഴുവൻ കണ്ടിട്ട് ഞാനില്ല. അപ്പം ഞാൻ ഇവർ വെട്ടിത്തൂക്കി കളഞ്ഞായിരിക്കും. അപ്പോൾ എന്നാലും ഫസ്റ്റിലെ ഒരു 2 സീൻ പോയിട്ടുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അടുത്ത ഷോയ്ക്ക് വീണ്ടും കയറി. അപ്പോഴത്തേക്കും കിട്ടി വെറുതെ അവിടെ ഇരിപ്പുണ്ടോ? ഓക്കെ. എന്നാലും അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ആ എക്സൈറ്റ്മെന്റ് പിന്നെ അങ്ങ് തുടർന്നുണ്ടായിരുന്നില്ല? അല്ല, എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. നടനാവണമെന്നോ അങ്ങനെയൊന്നും എനിക്ക് പ്രത്യേകിച്ച് നടനാവാൻ അന്നേരം ഇപ്പോൾ ഒരു താല്പര്യമേ ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു നടൻ എന്നുള്ളൊരു കരിയർ ഉണ്ടാവുമെന്നൊന്നും പ്രതീക്ഷിച്ചിരുന്ന ആളല്ല ഞാൻ.